ദീപ്തി ടീച്ചറെ വെളുത്ത സാമാനം കണ്ടപ്പോൾ നിനക്ക് കയറി. അവളുമായി ചേർന്ന് തുടങ്ങിയതാണല്ലോടാ നീ. നിനക്ക് പെണ്ണുമ്പിള്ള ഇല്ലാത്തതിന്റെ ആയിരിക്കും. അപ്പോൾ ഈ കമന്റ് ഇട്ട ചേച്ചിയോട് എനിക്ക് ആദ്യമേ തന്നെ ചോദിക്കാനുള്ളത്, ചേച്ചിയുടെ കെട്ടിയോന്റെ കറുത്ത സാമാനം ആയോണ്ടുള്ളൊരു കാഴ ആണോ ചേച്ചിക്ക്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ചേച്ചി, എന്റെ പ്രിയപ്പെട്ട ചേച്ചി. അല്ല, ഇനിയും സാമാനം ഇല്ലേ? ഇനി അതിന്റെ ഒരു കാഴ ആണോ ഈ ഈ കണ്ട എന്താ ഫാമിലി വ്ളോഗേഴ്സിന്റെയും പിന്നെ നിങ്ങളെ പറ്റി എന്തെങ്കിലും സംസാരിക്കുന്ന ആളുകളുടെയും കമന്റ് ബോക്സിൽ വന്ന് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. അപ്പൊ ഈ വിഷയം ഒരു ബന്ധവും ഇല്ലാതെ മറ്റേ എന്തെങ്കിലും കേട്ടോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊന്ന് വിശദീകരിച്ച് തരാം. വേറൊന്നുമല്ല, ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രത്യേകിച്ച് ഈ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ദീപ്തി ടീച്ചർ, അതുപോലെ തന്നെ എന്താണ് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഒരു ചാനൽ, ഇവരുടെയൊക്കെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇനിയും അവരെ ഒന്നും കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ കമന്റ് ബോക്സിൽ വന്ന് ഈ തെറി പറയുന്ന അല്ലെങ്കിൽ അപരാധം മാത്രം പറയുന്ന കുറെ ആളുകളുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ഒന്ന് സൂക്ഷിക്കണം ഇനി. കാരണം പണി കിട്ടും, വീട്ടിൽ കിട്ടും പണി, നാട്ടിലിറങ്ങി പുറത്ത് നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അതൊന്നും മനസ്സിലാക്കുക. അങ്ങനെ ഒരു അവസ്ഥ അതാ ഇപ്പൊ ഒരു ചേച്ചിക്ക് വന്നിരിക്കുകയാണ്. റാണി പി സദാശിവൻ. ഈ റാണി പി സദാശിവനെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും. അവരുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ സ്ഥിരം വന്ന് അപരാധിച്ച കമന്റ് ഇടുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയെ പറ്റി നേരത്തെ ഈ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ചാനലിലെ ദീപ്തി ടീച്ചർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ തപ്പിപ്പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദീപ്തി ടീച്ചർ ഏകദേശം ആ ഒരു കേസ് വിട്ടു. കാരണം അവരുടെ പുറകെ പോയിട്ട് കാര്യമില്ല. അവർക്കൊരു സ്വബോധമുള്ള ഒരു സ്ത്രീയാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവർ കാണിക്കുന്ന പല കാര്യത്തിൽ നിന്നും നമുക്ക് സംശയങ്ങളുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവര്. അപ്പൊ അങ്ങനെ ഒരാളുടെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. അവരെന്ത് തോന്നിയ ദിവസവും വിളിച്ചു പറയാം എന്നുള്ളൊരു ഒരു എന്താണ് ധൈര്യത്തിന്റെ പുറത്താണ് അവർ കാണിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ചേച്ചി. പണി കിട്ടും, മനസ്സിലായില്ല? ഒരു പരിധി കൂടുതൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നിങ്ങൾക്ക് വട്ടുണ്ടോ കുട്ടുണ്ടോ എന്നൊന്നും നാട്ടുകാർ നോക്കാതിരിക്കത്തില്ല. വീട്ടിൽ കയറി പനി കടി ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇപ്പൊ ഞാൻ ഈ വായിച്ച ഈ ഒരു കമന്റ് എൻ്റെ ഒരു സുഹൃത്ത് ഗോപ്രോമച്ചാൻ എന്ന് പറഞ്ഞ ഒരു ചാനലുള്ള പുള്ളിയുടെ ചാനലിൽ പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനലിൽ അവരും ഈ ഒരു ലേഡിയെ തപ്പിപ്പോവുകയും അവരെ കണ്ടുപിടിക്കുകയും അവര് വർക്ക് ചെയ്യുന്ന കടയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണും. അതപ്പോൾ എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ ഈ ചേച്ചി വന്നിരുന്ന കമന്റുകളൊക്കെയാണ് ഇതൊക്കെ. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ അവർക്ക് എന്തോരം അഹങ്കാരമായിരിക്കും ആ സ്ത്രീക്ക്. അവരുടെ മകളെയൊക്കെ ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനലിൽ അവർ പോയി കാണുന്നതും അങ്ങനത്തെ വീഡിയോ ഒക്കെ കുറച്ചുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ വെക്കത്തില്ല കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, കുട്ടിയായിട്ട് സംസാരിക്കുന്നതാണ്. എനിക്ക് അതൊന്നും എടുത്ത് വെറുതെ ആ കൊച്ചിനെ വെറുതെ എന്തിനാ നമ്മൾ അവരുടെ തള്ള കാണിക്കുന്ന പരിപാടിക്ക് ആ കൊച്ചിനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് പറയാറുണ്ട് ഇങ്ങനെ കമന്റ് ഇടരുതെന്ന് പറയുമ്പം അമ്മ ഇനിയും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നാ കുട്ടി പറയുന്നുണ്ട്. എന്നിട്ടാണ് ആ പെണ്ണുപിള്ള വീണ്ടും വന്ന് ഈ അപരാധം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തിന്റെ സോക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവാതെ. ചിലപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും വരും. ഞാനും ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ, ഒന്നോ രണ്ടോ വീഡിയോ എന്തോ ഇവരുടെ ഈ ഒരു വിഷയത്തിൽ ചെയ്തപ്പോൾ അതിന്റെ അടിയിലും ഈ പെണ്ണുപിള്ള വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. ഇവർക്ക് ഒരു പണിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ പൊന്നി വെച്ച് നിങ്ങൾക്ക് ആ കിട്ടുന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുവോ? ആ കൊച്ചിനെ നന്നായിട്ട് നോക്കുവോ? അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? ഇല്ലെങ്കിൽ വല്ല രാമരാമ ചൊല്ലിയിരിക്കുക. ഈ അപരാധം ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കമന്റ് ഇടുന്നവരോട് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വിമർശിക്കാം, വിമർശിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തെറി പറയുമ്പം എനിക്കൊക്കെ നല്ല തെറി കിട്ടാറുണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ. തിരിച്ച് നല്ല തന്തയ്ക്ക് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. ഒരു മടി എനിക്ക് തോന്നാറില്ല. അത് എന്നെ പോലുള്ള മിക്ക ചാനൽ റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ആളുകളും ആ തെറി തന്നെ പറയും. കാരണം നമ്മളായിട്ട് ആരുടെയും പോയി തെറി പറയുന്നില്ല. നമ്മുടെയിലോട്ട് ഇങ്ങോട്ട് വന്ന് തെറി പറയുന്നവരെയാണ് നമ്മൾ തിരിച്ച് തെറി പറയുന്നത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. നിയമപരമായിട്ട് നമ്മുടെ നേരെ ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷെ നമ്മളൊരു കേസ് കൊടുത്താലോ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോയാലോ ഈ ഇടുന്നവന്മാര് പെടും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ തെറി പറയും. നമ്മളെയൊക്കെ ഒന്ന് ചൊറിയുന്നവരെ നമ്മൾ നല്ല തെറി പറയും. നമ്മളെ വിമർശിക്കുന്നവരല്ല, നമ്മൾ ഈ വെറുതെ വന്ന് അപരാധം പറയുന്നവന്മാരെ, ആവശ്യമില്ലാത്ത തെറി വാക്കുകൾ വിളിക്കുന്നവരെ നല്ല പറച്ചിൽ പറയും. തപ്പി വരണം, നിനക്കൊക്കെ പണി തരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല കനത്തിന് പണി കിട്ടും. അത് ഈ തെറി പറയുന്നവരൊന്ന് ആലോചിക്കുക. ഇനിയിപ്പോ ഈ വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞ ആ ഒരു ചാനലിൽ അവര് പോയി അവരുടെ 2 വീഡിയോ അവർ ഇട്ടിട്ടുണ്ട്. അതിനകത്തെ സെക്കൻഡ് വീഡിയോ, ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കുറച്ച് പോർഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അതിന്റെ ഒന്ന് ഡീറ്റെയിലിംഗിലേക്ക് പോകാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്തൊന്ന് കണ്ടുപിടിച്ച പോലെ തോന്നി. ഞാൻ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതും ഈ വീഡിയോ ഒന്ന് കാണുക. ചേച്ചി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവര് തിരിഞ്ഞു ചെയ്യുന്ന അപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. പെണ്ണുമ്പിള്ള ഒരു കടയിൽ ജോലി ചെയ്യുക, അപ്പോഴും അവര് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കൈൻഡ് ഓഫ്, ഇപ്പൊ നമ്മളെല്ലാവരും എന്ത് കാര്യം ചെയ്താലും ഒരു സൈഡിൽ ഫോണിൽ നോക്കും. പക്ഷെ ഇവരുടെ ഒരു കേസിലേക്ക് പോവുകയാണെങ്കിൽ ഇവർ അപ്പോഴും നിന്ന് ആരെങ്കിലും അപരാധിക്കുന്ന കാര്യങ്ങളും എല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും.
ബാക്കി ആ എന്ത് കാര്യമായിട്ട് വേണ്ടേ? സുരേഖ സുരേഖ ഇല്ല. അയ്യോ അല്ല ചേച്ചി, നിങ്ങളെ തപ്പി യൂട്യൂബേഴ്സ് അല്ല വന്നത്. നിങ്ങളെ തപ്പി ലാലേട്ടനും സുചിത്ര ചേച്ചിയാ വന്നത്. അടുത്ത ആശീർവാദത്തിന്റെ പടത്തിൽ ചേച്ചി എന്ന് അഭിനയിപ്പിക്കാൻ. തെറിവിളി സഹോദരി, അതാണ് സിനിമയുടെ പേര്. ഇല്ലെങ്കിൽ വെറും സഹോദരി, മനസ്സിലായ? ബാക്കി എല്ലാം തട്ടി മറിച്ച് ഓടുക, കുട്ടിയാന ഓടുന്ന കണക്ക്. പേടിച്ച് വിറച്ച്, അതാണ് സംഗതി, അല്ലാതെ വേറൊന്നും അല്ല. പേടി ഈ കമന്റ് ബോക്സിലിരുന്ന് മറ്റേ ഉണ്ടാക്കുന്ന കണക്കല്ല. നേരിട്ട് രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ ഒന്ന് വിറയ്ക്കും. ഇതെല്ലാരും ഒന്ന് ആലോചിച്ചിരുന്ന കൊള്ള, ഈ അപരാധം കാണിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കേട്ടാ. പേടിച്ചോടും. എങ്ങനെ തെറി വിളിക്കാൻ പറ്റും ഇങ്ങനെ? ഇല്ലല്ലേ, തെറി വിളിക്കുന്നേ അല്ലല്ലോ, എഴുതിയിടുന്നേ അല്ലേ എന്ന്. അപ്പം ഈ വിവരം അതൊക്കെ പോട്ടെ, അതിനകത്തോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചില ആളുകൾക്ക് വിദ്യാഭ്യാസം കാണും, എന്നാലും അവർക്ക് വിവരം തീരെ ഉണ്ടാവണമെന്നില്ല. ഇത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തൊരു ഐറ്റം, അങ്ങനെ എനിക്ക് തോന്നുന്നു. കാരണം അതല്ലേ പറഞ്ഞത്, ഞാൻ തെറി പറയുമല്ലോ, ഞാൻ എഴുതിയിടുവല്ലേ എന്ന്. എഴുതിയിടാനേ പറ്റുള്ളൂ ചേച്ചി. ചേച്ചിയെ പോലെ കുറെ എണ്ണങ്ങളുണ്ട്, എഴുതിയിടാനേ പറ്റുള്ളൂ. നേരിട്ട് രണ്ടുപേര് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിന്നൊന്ന് മുട്ട് വിറയ്ക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് വിറയ്ക്കും. ഇതിപ്പം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങളുടെ മോന്തായമാരും കാണുന്നില്ല. എന്ത് അപരാധം, എന്ത് തെറി, അപരാധം, തെറി, എന്ത് തെറിയും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലും വിടാതെ തെറി പറയാം എന്നുള്ളൊരു മൂഡ് കുറെ ആളുകൾക്കുണ്ട്. അത് മെല്ലെ മെല്ലെ, അതിനൊരു എക്സാമ്പിൾ ആയത് പണി കിട്ടുന്ന വഴി. നാട്ടുകാരുടെ ഫ്രണ്ടിൽ അങ്ങ് എക്സ്പോസ്ഡ് ആവും, പിന്നെ വെളിയിലോട്ടിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അത് ആലോചിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. എന്റെയൊക്കെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. എന്റെ ഭാഗത്തും ഒക്കെ തെറ്റു പറ്റും, നിങ്ങൾക്ക് വിമർശിക്കാം, ഒരു തെറ്റുമില്ല. ഞാൻ നല്ല രീതിയിൽ ഞാൻ കേൾക്കും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ തെറി പറയേണ്ട കാര്യം എന്താ? പ്രത്യേകിച്ച് വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ തെറി പറയേണ്ട കാര്യം എന്താ? അത് നിങ്ങളുടെ ആണെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ? നമുക്ക് ആർക്കും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവരുടെ, ഞാൻ നേരത്തെ ആദ്യത്തെ ഒരു കമന്റ് വെച്ച് തന്നില്ലേ, ഇതുപോലുള്ള അട്ട വർത്താനമായി ചേച്ചി പറയുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം കുറച്ച് കമന്റുകൾ, അതിന് മുന്നേ ബാക്കി കൂടെ കുറച്ച് കാണരുത്. ഒരു മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കിളിച്ചോണ്ട് നിന്ന് എങ്ങനെ പറ്റുന്ന എന്റെ ഫ്രണ്ടും പിള്ളേ? നിങ്ങൾ ഇത്ര അപരാധം പറഞ്ഞല്ലേ ഈ വിആറില്ല, അവരുടെ കുടുംബത്തെയും ആ പിള്ളേരെയൊക്കെ പറഞ്ഞാണെന്ന് അവര് പറയുന്നത്. ഞാൻ ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സ് അല്ല കേട്ടോ, അങ്ങോട്ട് വ്യൂവർ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ലൈക്ക് ഇവരുടെ ഈ ഒരു ചാനലിൽ പോയിട്ട് ബാക്കി കാണും. യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം ചെറി വിളിക്കുക, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇവര് മാസം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. അത് പാവ ഒരു പെൺകൊച്ചുണ്ടാകും, ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം തെറി വിളിക്കും. ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം, ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിപ്പോ? ഇവരെ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. മെഡിക്ക ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. കാര്യം പറയാൻ അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് ഈ അപസ്മാരത്തിന്റെ അസുഖം കേട്ടോ, ഇവരതൊക്കെ മുതലെടുത്ത് ഇവർക്ക് അസുഖം കൂടുതൽ വരണം, അതിനുള്ള ഇല്ല ഇവരെ എന്തെല്ലാം വൃത്തിയുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞ? കാഞ്ചാർ എവിടെ? നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ? കാഞ്ചാർ ആരാ ഉള്ളേ? ഇപ്പൊ ആരും ഇല്ല. ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയുടെ കയ്യിരിപ്പിന് ആരും ഉണ്ടാവത്തില്ല ചേച്ചി. ആ കുഞ്ഞിന്റെ, എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ പോയി ഇവരുടെ ചാനലിൽ നോക്കിയാൽ മതി. കാരണം നമ്മളത് കാണിക്കാൻ എനിക്കതൊരു മടി. ഇവര് മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ. അത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. ഈ വിആർ ലവ് എന്ന് പറഞ്ഞ ചാനലിന്റെ ആൾക്കാരോടാണ് വളരെ നല്ലൊരു കാര്യം. ആ കൊച്ചിനെ നിങ്ങൾ എക്സ്പോസ് ചെയ്യാതിരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ ആ കുട്ടിയുടെ ഭാവിയും ഈ പെൺപിള്ള കളയും. കാരണം നാളെ ആരെങ്കിലും ആ കുട്ടിക്ക് ഒരു നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയത്തൊക്കെ ഇവരുടെ മകളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഇവരുടെ തനിക്കണോ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആരും വരത്തില്ല ആ കൊച്ചിനൊക്കെ. പിന്നെ ഇവരുടെ നമുക്ക് അറിയില്ല, ഞാൻ അറിയാത്ത കാര്യത്തെ പറ്റി വേണ്ട, ഞാൻ സംസാരിക്കുന്നില്ല. 2ാം കെട്ടാണെന്നും ഭർത്താവ് പട്ടാളത്തിലാണെന്നും ഒക്കെ പറയുന്നു, നമുക്ക് അറിയത്തില്ല.
ഞാൻ അറിയാത്ത കാര്യത്തെ പറ്റി മറ്റേ ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ കൊച്ചു സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. എന്റെ പൊണ്ണ് പെണ്ണുമ്പിള്ള, നിങ്ങളിത് കാണുമെന്ന് എനിക്കറിയാം. നിങ്ങളിത് കാണുകയും ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ അടി വന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കുകയും ചെയ്യും. കാരണം നമ്മൾ ചെയ്ത 2 വീഡിയോയിൽ നിങ്ങൾ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കും ഒരു മകളുണ്ട്, അതൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ബാക്കിയുള്ള പെൺകുട്ടികളുടെയൊക്കെ വീഡിയോ അടിയിൽ പോയി കിടന്ന് കുരയ്ക്കാൻ നിൽക്ക്, അവരെ പറ്റി അപരാധം പറയാൻ നിൽക്ക്. മനസ്സിലായില്ലേ? ഞാൻ ഈ രാവിലെ പറഞ്ഞ ഗോപ്രോ മച്ചാൻ എന്ന് പറയുന്ന പുള്ളി ചിലപ്പോൾ മിക്കവാറും ഒരു വീഡിയോ കൂടെ ഇടും. പുള്ളി ഇടുന്ന അതിനകത്ത് പുള്ളി തന്നെ കുറച്ച് കമന്റ്സ് എടുത്ത് വെക്കും ഇവരിടുന്നത്. ഇവർ വളരെ മോശമായിട്ട്. എങ്ങനെ പറ്റുന്നു സ്ത്രീയെ നിങ്ങൾക്കിത്? എങ്ങനെ പറ്റുന്നു? നിങ്ങളും ഒരു അമ്മ, ഒരു പെൺകുഞ്ഞിന്റെ അമ്മ, എങ്ങനെ പറ്റുന്നു? സമ്മതിക്കണം കേട്ടോ നിങ്ങളെയൊക്കെ. നിങ്ങൾക്ക് എന്ത് കിളിയില്ലാത്ത സ്ത്രീയാണെങ്കിലും ഒരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ്. കഷ്ടം. കുറച്ചും കൂടി ഒന്ന് കാണും. ഇല്ലല്ലേ? ഉണ്ടോ? ആണോ? അവര് പറഞ്ഞാണോ ഇതെല്ലാം? അവര് പറഞ്ഞാണോ ഇതെല്ലാം? നാട്ടിൽ ഇപ്പം താമസിക്കുന്നവരാരൊന്നും പറഞ്ഞു തന്നില്ല. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ താമസിക്കുന്നവരാരൊന്നും പറഞ്ഞു തന്നില്ല. ആ പുതുതായി താമസിക്കുന്നവരാരൊന്നും പറഞ്ഞില്ല. കേസ് കൊടുത്തു ഓൾറെഡി കേട്ടോ. പിന്നെ കേസ് കൊടുത്തിട്ട് ഇപ്പം കൗണ്ടർ അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പോ ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാണ് അവരെ എത്തുക എന്നുള്ളത്. നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എന്റെ ഭാര്യയിലെ കുഞ്ഞുങ്ങളെയാണ് ഇവരെയൊക്കെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പൊ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നിപ്പോ ഭയങ്കര സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരെ കണ്ടെത്താൻ പറ്റി. ഇവരെന്നെ പറഞ്ഞതെന്നറിയോ, ഒരു പാവപ്പെട്ടവൻ വീട്ടിൽ വന്ന 5 ലക്ഷം രൂപ കൊടുക്കാൻ ഇവിടെ ലക്ഷം ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ കണ്ടു ചേച്ചി, ഞാൻ കണ്ട് ഞങ്ങളും കണ്ടു ചേച്ചി, ഞാനും ഒക്കെ കണ്ട്. നിങ്ങളും കണ്ടില്ലേ? 5 ലക്ഷം രൂപ ഏത് യൂട്യൂബറുടെ വീട്ടിൽ ചെന്നവർ 5 ലക്ഷം രൂപ എടുത്ത് പോടാ മോനെ നീ എന്റെ പുറകെ വരല്ലേ എന്ന് പറഞ്ഞ് വിടും എന്നൊക്കെ പറയുന്ന ചേച്ചിയാണ് വാടക വീട്ടിൽ വന്ന് കിടക്കുന്നത്. ആ വീടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. അതെല്ലാം പോട്ടെ, അത് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവർക്ക് നിൽക്കണം. അതിനുവേണ്ടി ഓക്കെ, അതിനുവേണ്ടി ഒരു പലചരക്ക് നിങ്ങളുടെ അത്ര പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കട ഇടുന്നേ. എന്താ ഒന്നും പറ്റാത്തത്? കടയിട്ട് നോക്കാനുള്ള ഗെടുതിയൊന്നും ഇല്ല ചേച്ചിക്ക്. അതിനുള്ള ബുദ്ധി ഇല്ലേ? ഈ നാട്ടുകാരുടെ അതിനകത്ത് പോയിരുന്ന് തെറി പറയാനേ ചേച്ചിക്ക് ബുദ്ധിയുള്ളോ? എനിക്ക് അറിയാൻ പാടില്ല. മതി ഇത്രയൊക്കെ. ഞാൻ ഇതിൽ കൂടുതലൊന്നും കാണിക്കുന്നില്ല. എനിക്ക് മതി. എന്തിനാണ് ഈ പെൺപിള്ളയൊക്കെ ചുമ്മാ ഒരു പരിധി കൂടുതൽ? അത്യാവശ്യം നല്ല ബൂസ്റ്റ് ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ബൂസ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഇവരുടെ സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ ഉണ്ടെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ഏതോ ഒരു സ്ഥലത്ത് കപ്പുതുറയാ. അപ്പൊ ഏതാണെങ്കിലും ഞാൻ നിങ്ങളുടെ അവിടുത്തെ നാട്ടുകാരെ കുറ്റം പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവരോടുള്ള ഒരു സാധനത്തിന്റെ പുറത്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇവരുടെ കുടുംബ സുഹൃത്തുക്കളൊക്കെ ഇനിയും താഴെ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട വരും. സ്ത്രീകളാണെങ്കിൽ മറ്റേ സാരിത്തുമ്പും കൊണ്ട് മുഖം മറിച്ച് നടക്കേണ്ടി വരും ഇവരെ കാണാതിരിക്കാൻ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോക്കാം. അത് ഞാൻ പറഞ്ഞു വെച്ചേക്കാം. വേറൊരു കമന്റ് കൂടെ ഞാനിവിടെ കാണിച്ചു തരാം. റണിപ്പി സദാശിവൻ, എടാ എനിക്ക് ചൊറിയും കുത്തി അല്ലടാ മോനെ ഇരിക്കുന്നത്. എനിക്ക് നല്ല ഒന്നാന്തരം ജോലിയും കാര്യങ്ങളുമുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ ചോറ് വെക്കണം, എൻ്റെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് വീഡിയോ കണ്ടിട്ട് അതിന് പോസിറ്റീവ് നെഗറ്റീവ് കമന്റ് അയക്കണം എന്ന് തീരുമാനിക്കാൻ സമൂഹത്തിലെ നികൃഷ്ട ജീവിയായ അമൽ സുകന്യ, പിന്നെ ഇപ്പോഴത്തെ ഒരു നികൃഷ്ട ജീവിയായ ദീപ്തി, പിന്നെ ഇപ്പോൾ നിനക്കും ആണ് ഈ കൂടുതൽ നെഗറ്റീവ് അയക്കുന്നത്. അപ്പം എന്താ അമൽ, എനിക്ക് തോന്നുന്നു ഈ VRN ലെവൽ അവരുടെ ഞാൻ തോന്നുന്നല്ലേ. അപ്പൊ അവരുടെ ചാനലില്, പിന്നെ ദീപ്തി സീതത്തോടിന്റെ ചാനലില്, പിന്നെ ഈ ഒരു വീഡിയോ ഇട്ട് ഇവർ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഗോപ്രോ മച്ചാന്റെ ചാനലിലാണ്. അപ്പോ ഈ 3 ചാനലിന്റെയും വീഡിയോസ് കണ്ടിട്ട് ഇവരെ പറ്റി വരുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് കിട്ടണം. അതെന്റെ വീട്ടിലെ ചോറ് വെക്കാനുള്ള കാര്യങ്ങളും എന്റെ മോളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞ് ചേച്ചി കുത്തി ഇരുന്നത് കണ്ട് നെഗറ്റീവ് ഇടുന്നിടത്താണ് ചേച്ചിക്ക് ചോദം കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ ഒരു മാനസിക നില. എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾ ആ സമയത്ത് വേറെ വല്ലതും ചെയ്യും. നിങ്ങൾ വല്ല സിനിമകളും കാണും, ഇല്ലെങ്കിൽ പോയി വല്ലതും പഠിക്ക്, മനസ്സിലായി, എന്തെങ്കിലുമൊക്കെ വായിക്ക്, അല്ലെങ്കിൽ പാട്ട് കേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ? അപ്പൊ നിങ്ങൾ പറയാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്തോ, നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക്, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരകത്തൊന്ന് കുറ്റം പറയുന്നേ അല്ലേ? അത് ഒരു പ്രത്യേകതരം മറ്റേ ചൊകവാ ചേച്ചി, കേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടെന്നേ. നിങ്ങളെ ആരും പിടിച്ചിരുത്തില്ലല്ലോ. പോസിറ്റീവും കമന്റ് നെഗറ്റീവ് കമന്റും റാണിപ്പി സദാശിവൻ ഇട്ടില്ലെങ്കിൽ യൂട്യൂബ് ഞങ്ങളെ അങ്ങ് തൂക്കിക്കൊല്ലുവോ? അല്ല, അറിയാൻ പാടില്ല ചോദിക്കുക. സ്വന്തം കാര്യം നോക്കി നടക്കുക. ഇല്ലെങ്കിൽ
നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങളുടെ കൊച്ചിനും അതിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നി കേട്ടോ. ആ ഒരു കൊച്ചിനെയൊക്കെ നിങ്ങൾ എന്തിനാ വെറുതെ? അത് സമാനമായിട്ട് ജീവിക്കട്ടെ. അത് തന്നെ പറയുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും ചെയ്യുന്നതാണെന്ന്. എങ്ങനെ പറ്റുന്നു സ്ത്രീയെ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. എന്നെ വിമർശിക്കണമെങ്കിലും വിമർശിച്ചോളുക, ഇവരെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിലും പറഞ്ഞോളുക. മനസ്സിലായില്ലേ? ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.